നമസ്കാരം. പേളിയമാണി മറീന മൈക്കിൾ വിഷയം. പേളിയമാണി ഒരു മറുപടി ഒരു സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പേളിയമാണി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മറീന ഒരു സ്റ്റോറി, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് മറീന പറയുന്നത് മറ്റൊന്നുമല്ല, പേളിയമാണി മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറി. ആ സ്റ്റോറി ഞാനിവിടെ കൊടുക്കാം. ഇപ്പോൾ മറീനയുടെ ഒരു 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വോയിസ് പുറത്താക്കിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, മറീന അതിന് വിശദീകരിക്കുന്നുണ്ട് എന്താണ് നടന്നത്. പേളിയമാണി എന്നെ വിളിച്ചു, എന്നെ എന്ത് ചെയ്തു, ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വോയിസ്. ആദ്യം നിങ്ങൾ ആ ഒരു വോയിസ് കേട്ടിട്ട് വരിക. കേട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. എടാ ഞാൻ ആ റെസ്പോൺസ് കണ്ടു. ഞാൻ ആക്ച്വലി എനിക്ക് ഇന്നലെ മുതൽ ഇങ്ങനെ കോൾസ് വരുന്നുണ്ട് ഓൺലൈൻ മീഡിയന്നും അവിടെ നിന്നൊക്കെ. ഞാൻ ഒരാളെ കോളും എടുത്തിട്ടില്ല. ഒന്നാമത് ഞാനേ എടാ ഞാൻ ഒരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം, അവരുടെ കരിയർ വൈസുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നുമല്ല. കാരണം അലിഗേഷൻ വന്നപ്പോൾ ആദ്യം വേറൊരു ആങ്കറിനെയും കൂടെ അതിൽ ഇൻവോൾവ് ആയിരുന്നു പേര്. അപ്പം ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധമായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റിൽ. പക്ഷെ നമ്മളടുത്ത് ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ. അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത്, ഇൻസിഡന്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ്. അപ്പം ആളിപ്പം ഇങ്ങനെ ആളെന്നെ വിളിച്ചിരുന്നു. ആളെന്നെ സാനിഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. എന്നെ ഡയറക്റ്റ് പോലും അല്ല വിളിച്ചത്. വിളിച്ചിട്ട് സംസാരിച്ചു കുറെ കൺവിൻസ് ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വളരെ ഫേക്ക് ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയത് വെച്ചാ ആള് ഞാൻ ഇത് ഫ്ലവേഴ്സിൽ കട്ടറുമ്പ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു. ഈ കട്ടറുമ്പ് എന്ന് പറഞ്ഞ ഷോയിൽ ഫസ്റ്റ് വിളിക്കും, ഫസ്റ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യും, രണ്ടാമത് വിളിച്ച് ക്യാൻസൽ ചെയ്യും. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഇങ്ങനെ ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിന്റെ ആങ്കർ മാറിയിരുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തതെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാനപ്പോൾ ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ്, ചാനലിന്റെ ഓണർ ശ്രീകണ്ഠൻ നായർ സാറും പുള്ളിക്കാരിയും തമ്മിൽ എന്തോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസൺ എന്തോ പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ പറയുന്നത്. അന്ന് സ്വാസികയുണ്ട് അവിടെ. അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്, ഈ പുള്ളിക്കാരിക്ക് എന്നോട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. അതിനുശേഷം ഞാൻ ആളോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനോ ഒന്നും പോയിട്ടൊന്നുമില്ല. പക്ഷെ പുള്ളിക്കാരി പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇതായിട്ട് പെരുമാറും, ഡിഫറെന്റ് ആയിട്ട് പെരുമാറും. ഒരു കല്യാണമൊക്കെ വിളിച്ചു തന്നെ. സത്യത്തിൽ എന്നെ കല്യാണം അങ്ങനെ വലിയ ഒന്നല്ല വിളിച്ചത്. പക്ഷെ ഞാൻ ചുമ്മാ പോയി. എനിക്ക് അവരോട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചു, ലൈക്ക് അറ്റ്ലീസ്റ്റ് അവർ അങ്ങനെ വിചാരിച്ചോട്ടെ, എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ല എന്ന്. അതാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിൽ നിന്ന് പോകുമല്ലോ എന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അതിനൊക്കെ പോയേ. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു. അപ്പം ഇവരെന്നെ ഫോണിൽ വിളിച്ച സമയത്താണെങ്കിലും ഞാൻ ഇവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞാൻ ഇവരടുത്ത് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് നിങ്ങളോട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എനിക്കിങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. പിന്നെ എനിക്കത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇവര് തന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. കാരണം മുംബൈ ടാക്സി ഏതൊരു പടത്തിൽ അവരായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത്. അതിനുശേഷം അത് എന്നെ ആക്കിയപ്പോൾ അവർക്ക് അത് ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാവും, അതൊക്കെ മനുഷ്യ സഹജമാണ്, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് ആ ഏജിന്റെയും എല്ലാം ആണ്. അതൊക്കെ പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സംസാരിച്ചിട്ട് ഞാനിത് എനിക്ക് വിശ്വാസം വന്നില്ല. കാരണം എന്നോട് ആദ്യം പറഞ്ഞത് സാറുമായിട്ട് പ്രശ്നമൊന്നുമില്ലെന്ന്, ശ്രീകണ്ഠൻ നായർ സാറുമായിട്ട് ഒരു പ്രശ്നമില്ല എന്നാണ് പുള്ളിക്കാരി പറയണത്. അപ്പൊ തന്നെ എനിക്ക് തോന്നി അത് സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. അപ്പൊ ഞാൻ ഓക്കെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം വിശ്വസിച്ചു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ ആണല്ലേ, ഓക്കെ പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച്. എന്നിട്ട് അവസാനം പുള്ളിക്കാരി എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡപ്പ് ചെയ്തത്. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയില്ലായിരുന്നു, ഐ ഡിഡ്ന്റ് ഈവൻ ന്യൂ ദാറ്റ് യു എക്സിസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെയും ഫോണ്. എനിക്കതിനും പരാതിയും കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാർ, ഞാൻ നിന്നോട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് വേറൊരു പേഴ്സൻ്റെ അടുത്ത് ഒരു മീഡിയയിലെ ഒരു ക്യാമറയുടെ മുമ്പിലൊന്നും ഇരുന്ന് പറയാനോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല ഇതിനെപ്പറ്റി. കാരണം എനിക്ക് ആളുടെ പേരും പറയണ്ട, എനിക്ക് ഒരു കാര്യങ്ങളും ഇനി ഫെർദർ ഡിസ്കസ് ചെയ്യണ്ട. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമല്ല. ഇപ്പൊ എല്ലാവരും
പ്രായം ഒക്കെ മാറി ഷീ വാസ് ഇൻ 20s നടക്കുമ്പം, അപ്പോൾ ഷീസ് ഇൻ 30s now. അപ്പം അതിൻ്റെ ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി അതല്ല എന്നുണ്ടെങ്കിലും ഐ ഹോപ്പ് ഫോർ ദ ലൈക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ബെറ്റർ ആവും എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷനേ ഉണ്ടായിരുന്നില്ല ഒരാൾക്കിട്ട് പണി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഇതാവണം എന്നുള്ളത്. ഐ ഓൾവേസ് വാണ്ടഡ് ടു മേക്ക് ഹർ ഫീൽ ലൈക്ക് എനിക്ക് അവരായിട്ട് ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നീട് കാണുമ്പോൾ സംസാരിച്ചതും ഒക്കെ. അപ്പം എനിക്കറിയില്ല, എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പോലെ എനിക്ക് തോന്നുന്നു. വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ വോയിസ് കേട്ടപ്പോൾ അതിനകത്ത് ഈ പറയുന്ന മറീന പറയുന്നത് പേളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പേളിയുടെ നമ്പറിൽ നിന്നല്ല വിളിച്ചത്, മറ്റൊരാളുടെ നമ്പറിൽ നിന്നാണ് എന്നെ വിളിച്ചത്, എൻ്റെ അടുത്ത് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ പേളി പറയുമ്പോഴൊക്കെ എനിക്കതൊരു ഒരു ഫേക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എന്താണ്, ഒരുപാട് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, പക്ഷേ എനിക്കത് ഫേക്കായിട്ടാണ് തോന്നിയത്. പിന്നെ ഏതോ ഒരു ഫിലിമിൽ അതിനിടയ്ക്ക് വെച്ച് മറീന പറയുന്നുണ്ട്, ഏതോ ഒരു സിനിമയിൽ പേളിയാണ് ആദ്യം കാസ്റ്റ് ചെയ്തത്, അതിന് ശേഷമാണ് എന്നെ കാസ്റ്റ് ചെയ്ത്. അതിൻ്റെയൊക്കെ ഒരു അസൂയ കാണുമായിരിക്കും. പണ്ട് ആ സമയത്ത് പേളിക്ക് 20 വയസ്സൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പേളിക്ക് 30 അതുകൊണ്ട് തന്നെ അതിൻ്റെ മെച്യൂരിറ്റി പേളിക്ക് വന്നിട്ടുണ്ടാകും എന്നൊക്കെയാണ് മറീന അതിനകത്ത് പറയുന്നത്. അതുമല്ല, ശ്രീകണ്ഠൻ നായരുമായിട്ടുള്ള ഒരു ചെറിയ വിഷയമാണ്. പിന്നീട് അത് ഇപ്പോൾ ശ്രീകണ്ഠൻ നായരുമായിട്ട് എനിക്ക് വലിയ വിഷയമൊന്നുമില്ല എന്ന് പേളി പറഞ്ഞു വന്നു. അതുപോലെ തന്നോട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പേളി മറ്റൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അറിഞ്ഞു എന്നൊക്കെ രീതിയിലാണ് മറീന പറയുന്നത്. ഇവിടെയും ഈ പറയുന്ന മറീനയുടെ പിന്നീട് ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു റിപ്ലൈ കേട്ടിട്ടും എനിക്കതിനകത്ത് വലിയൊരു ഒരു ക്ലാരിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു. അതുപോലെ പേളി വേറൊരു സംഭവം പറയുന്നുണ്ട്, എന്നെ ഫോൺ ചെയ്ത് വെച്ചത് നീ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പിന്നീട് ഈ പറയുന്ന എന്താണ് ഇൻഡസ്ട്രിയിൽ നീ ഇപ്പോഴും എക്സിസ്റ്റ് ആണോ എന്ന് പറഞ്ഞിട്ടാണ് വെച്ചത്. അത് എന്നെ അങ്ങനെ പറഞ്ഞിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ തെണ്ടിത്തനമാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന മറീന തൻ്റെ വാചകങ്ങൾ പൂർത്തിയാക്കുന്നത്, തൻ്റെ വോയിസ് പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഇവിടെയും ഈ രണ്ടുപേരുടെ ക്ലാരിഫിക്കേഷനും കേട്ടപ്പോൾ എനിക്ക് പിന്നീട് ഈ പറയുന്ന പേളി മാണിയുടെ ക്ലാരിഫിക്കേഷനിൽ എനിക്ക് കുറച്ച് കൺവിൻസിങ് ആണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ പറയുന്നത് മൊത്തം ഞാൻ അവിടെ നിന്ന് പോകാൻ വേണ്ടി പിന്നീട് എൻ്റെ എന്താണ് പേയ്മെൻറ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അതുകൊണ്ടാണ്, അല്ലാതെ ഞാനല്ല. അതൊക്കെ നമുക്ക് കൺവിൻസിങ് ആണ്. കാരണം ഒരു പ്രോഗ്രാമിൽ ഏത് ആങ്കറാണ് വരണം എന്ന് നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സെലിബ്രിറ്റിയാണ് വരണം, ആരെയാണ് ആങ്കർ ചെയ്യാനുള്ളത് എന്നൊക്കെ നിശ്ചയിക്കുന്ന അവിടെ പ്രോഗ്രാം പ്രൊഡ്യൂസറാണ്. അത് പേളി മാണിക്ക് അതുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത് സത്യമാണ്. അതുപോലെ അതിനകത്ത് 3, 4, 5 കുറച്ച് എപ്പിസോഡുകൾ മാത്രമേ 4 എപ്പിസോഡുകൾ മാത്രമേ എന്തോ എനിക്ക് തോന്നുന്നു പേളി മാണി അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പേളി മാണി പറഞ്ഞ റിപ്ലൈയോടെ എനിക്ക് മോർ കൺവിൻസിങ് ആയിട്ട് തോന്നി. പക്ഷേ ഈ പറയുന്ന മറീനയുടെ റിപ്ലൈ കൂടുതൽ തെളിവുകൾ കൂടി വേണം. ഈ പറയുന്നതൊക്കെ ശരിയാണോ, മറീനയുടെ വാക്കുകളിലെല്ലാം ഒരു ചെറിയൊരു എന്നോടുള്ള പിന്നീട് എന്താ അസൂയ കൊണ്ടാണ് പേളി മാണി ഇങ്ങനെ ചെയ്യുന്നു എന്നാണ് മറീനയുടെ വാക്കുകൾ. അപ്പോൾ എന്തായാലും ആര് പറയുന്നതാണ് ശരി, ആരിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ സത്യങ്ങളുള്ളത്? രണ്ടുപേരുടെയും ഈ പറയുന്ന കുറച്ച് മുമ്പ് ഞാൻ പിന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്, രണ്ടുപേരുടെയും ക്ലാരിഫിക്കേഷൻ, രണ്ടുപേരെയും പറഞ്ഞ രീതി ഇട്ടിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ആരാണ് ശരി എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക, നിങ്ങൾ തന്നെ അതിന് മെസ്സേജ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.